എന്നാണ് അതിന്റെ Comedy. ക്യാരക്ടർ പേര്. ഇറ്റ് ഇസ് വെരി സ്വീറ്റ്. അഗെയിൻ ഒരു ഭയങ്കര ഒരു സ്വീറ്റ് ക്യാരക്ടറാണ് അത്. ഭയങ്കര ഇന്നസെന്റ്. അതിന്റെ സോങ് ആയാലും Yeah, ഞങ്ങളിപ്പോ very ഡിസ്കസ് beautiful. ചെയ്യായിരുന്നു ചേച്ചി പറഞ്ഞപ്പോ എല്ലാവർക്കും ഗോമതി എന്ന് പറഞ്ഞ ക്യാരക്ടറും ആ അല്ലു അർജുൻ ആയിട്ട് ചെയ്ത ആ ഒരു കോമ്പിനേഷൻ സീൻ അപ്പൊ അത് ഇനി ഞങ്ങൾ മലയാളത്തിൽ പ്രതീക്ഷിക്കുന്നു. Yes, please. And I hope that happens. Yes, for sure. ഓക്കെ. ഇനി തെലുങ്കു അല്ലെങ്കിൽ കന്നഡ മൂവീസ് അപ്കമിങ് എന്തെങ്കിലും ഉണ്ടോ? തെലുഗു കന്നഡ മൂവീസ് ഇപ്പൊ അപ്കമിങ് ഇല്ല. തമിഴില് ഞാനിപ്പം ബാലാജി മോഹന്റെ ഒരു പ്രോജക്ട് ചെയ്തിട്ടുണ്ട്. ഞാനും കാളിദാസ് ജയറാമും തുഷാര വിജയൻ. അതൊരു റോംകോം ആണ് അഗെയിൻ. അപ്പൊ അതിന്റെ ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഒരു 1 more സ്കെഡ്യൂൾ ഉണ്ട്. സോ ദാറ്റ്സ് മൈ നെക്സ്റ്റ് തമിഴ് പ്രോജക്ട് ദാറ്റ് വിൽ ബി റിലീസിംഗ്. ഇനി എന്നാണ് അല്ലു അർജുൻ ആയിട്ട് ഒരു ഇതുപോലെ റോമിയോ ആൻഡ് ജൂലിയറ്റ് പോലെ ഒരു കോമ്പിനേഷൻ? I hope that happens soon. ബേബി ഒക്കെ ആയതൊക്കെ അറിഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ ഒരു കണക്ഷൻ? ഗുഡ് കണക്ഷൻ ആണ്. കണ്ടിട്ടില്ല കുറെ നാളായിട്ട്. ബിക്കോസ് ഐ ബീൻ സോ ബിസി വിത്ത് ഓൾ ദീസ് തിങ്സ്. ഞാൻ ലാസ്റ്റ് ഞാൻ തെലുഗുല് ചെയ്ത ഒരു നെറ്റ്ഫ്ലിക്സിന്റെ സീരീസ് ആണ്. ഇനിയിപ്പം കാണുമ്പോൾ വിശേഷങ്ങളൊക്കെ പറയണം. ഓക്കെ. ഒരു ചെറിയൊരു സെഗ്മെന്റ് കൂടെ കാരണം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഒരു കുട്ടി സെഗ്മെന്റ് ആണ്. ക്രേസി മോം എന്നാണ് ഞാൻ ആ സെഗ്മെന്റിന് പേര്. എന്താണ് ക്രേസി മോം? ഓക്കെ. കുറച്ച് ചോദ്യം പെട്ടെന്ന് ചേച്ചി ആൻസർ ചെയ്താൽ. മോംസ് ആർ നെവർ ക്രേസി. മോംസ് ഷുഡ് നോട്ട് ബി ക്രേസി. അല്ല, ഈസ് ബീങ് എ സെലിബ്രിറ്റി മോം ടഫ്? നോ. ഇത് ന്യൂട്രൽ ആണ് അല്ലെ? എല്ലാം ബാലൻസിങ് രീതിയിലാണ് പോകുന്നത്. ഇറ്റ്സ് നോർമൽ ഫോർ മീ ബിക്കോസ് ഞാൻ സെലിബ്രിറ്റി ആണല്ലോ. എനിക്ക് അറിയത്തില്ല മറ്റേ മോംസ് ടഫർ ആണോ എന്ന്. എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല. എനിക്കൊന്ന് ചേച്ചിയും പേളിമാണിയും ഒക്കെ ഒരേ ലെവലില. കുട്ടികളോട് അവരുടെ ഒപ്പം തന്നെ ഇങ്ങനെ എൻജോയ് ചെയ്ത് ട്രാവലിംഗ്. അതാണ് പിള്ളേരെ നമ്മുടെ ഒരു ഫ്ലോയിലേക്ക് കൊണ്ടുവരാ. കൊച്ചുണ്ടായി കരുതിയിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു അമ്മയാവാൻ ഒന്നും നോക്കണ്ട. യുനോ ലൈക്ക് ബി എ partner to them, be like a friend, understand them, and നമ്മൾ അവരെ ഫോളോ ചെയ്താൽ മതി. അവര് കൊണ്ടുപോയിക്കോളും നമ്മളെ. They'll show us a better life. ഇപ്പൊ ഇലായി എന്ന കുട്ടിയുടെ പേരിടാൻ നേരത്തെ അഡ്വാൻസ് ആയിട്ട് കൺഫേം ചെയ്തതാണോ അതോ പെട്ടെന്ന് ഇമീഡിയറ്റ്ലി മനസ്സിൽ വന്ന ഒരു നെയിം ആണോ? ഞങ്ങള് ഗോവയിലായിരുന്നപ്പോഴാണ് ആ നെയിം ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പം അപ്പൊ തൊട്ട് ആ പേരാണ് ഫസ്റ്റ് ഉള്ളത്. അതിന്റെ മീനിങ് എന്താ? അതിന്റെ മീനിങ് ഡിവൈൻ. ഡിവൈൻ, ഗോഡ് സെൻഡ്, celestial being. Divine baby ആണ്. Absolutely. Okay. The first precious gift for baby? First precious gift for baby was actually എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ബാലിയിൽ നിന്ന് ഞങ്ങളുടെ കല്യാണത്തിന് വന്നപ്പം എനിക്ക് രുദ്രാക്ഷ മാലാസ് ഇഷ്ടമുള്ള ആളാണ്. അതിൽ തന്നെ പല സ്റ്റോൺസും ക്രിസ്റ്റൽസും ഒക്കെ ഇട്ടിട്ടുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡുണ്ട്, ശിവാലോക, ബാലിയിലുള്ള. അപ്പൊ അവിടുന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അവരൊരു മാല കൊണ്ടുവന്നപ്പം ബേബിക്കും ഒരു ബേബി രുദ്രാക്ഷ കൊണ്ടുവന്നിരുന്നു. അത് ആ സ്റ്റോറിൽ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇറ്റ് വാസ് മെന്റ് ഫോർ ഇലായി. അപ്പൊ അതാണ് ഇലായിക്ക് കിട്ടിയ ആദ്യത്തെ ഗിഫ്റ്റ്. ഒരു പ്രഷ്യസ് ഗിഫ്റ്റ് അല്ലേ? ഓക്കെ. Your public appearance during pregnancy were talked up. ഏറ്റവും കൂടുതൽ സംസാര വിഷയമായത് ഈ പ്രഗ്നൻസി ടൈമിൽ പബ്ലിക്കിനെ ഫേസ് ചെയ്തപ്പം ഏറ്റവും കൂടുതൽ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു സംസാര വിഷയമായത് എന്തായിരുന്നു? എന്താണ് എന്തായിട്ടാ തോന്നുന്നത് പറയാൻ? ഞങ്ങൾക്ക് തോന്നുന്നു റാമ്പ് ചെയ്തത് ആ ഒരു ടൈമില്. ഐ തിങ്ക് അതാന്ന് തോന്നുന്നു, റാമ്പ് വാക്ക് ചെയ്തതും. ഓക്കെ. ഇല്ലായി വന്നതിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് ലൈഫിൽ വേണ്ടാന്ന് അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയിന്റ്സും അല്ലെങ്കിൽ ഇനി ചെയ്യാന്നുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മളിപ്പം അങ്ങനെ yeah, of course, he's dependent on me for his food, right? Completely. ഞാനാണ് ഫുഡ് what is it, amla booth. അപ്പൊ അതുകൊണ്ട് obviously like I can't stay away from him. ഒത്തിരി നേരം ആളെ വിട്ടിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ ആളെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നമ്മൾ നോക്കും ടു ട്രൈ ടു ക്വിക്ലി ഗോ ഔട്ട്. നമ്മുടെ ആ ഒരു പേഴ്സണൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് കോൾഡ് എ പോസ്റ്റ്പാർട്ടം blues or postpartum depression that mother can get it. അപ്പൊ അത് ബാലൻസ് ചെയ്യാനും നോക്കണം. അപ്പം ബാലൻസിങ് ആണ് ഇപ്പൊ മെയിൻ ആയിട്ടുള്ള പുതിയ പരിപാടി. എങ്ങനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്.